2023-24 ചാമ്പ്യൻഷിപ്പിൻ്റെ സെമി ഫൈനലിലെ ഫസ്റ്റ് ലെഗ് മത്സരമായ റയൽ മാഡ്രിഡ് വേഴ്സസ് ബയേൺ മ്യൂണിക്ക് മത്സരം സമനിലയിൽ കലാശിച്ചു. 2-2 എന്ന സ്കോറിനാണ് ഇരു ടീമുകളും തമ്മിൽ മത്സരം സമനിലയിൽ അവസാനിപ്പിച്ചത്. മത്സരത്തിൻ്റെ 24-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ ലഭിച്ച ഒരു മികച്ച അവസരം ഗോളാക്കി മാറ്റിക്കൊണ്ട് റയൽ മാഡ്രിഡിന് 1-0 ലീഡ് എടുത്തു കൊടുക്കാൻ വിനീഷ്യസ് ജൂനിയറിന് സാധിച്ചു. മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 1-0 റയൽ മാഡ്രിഡ് മുന്നിൽ. മത്സരത്തിൻ്റെ രണ്ടാം പകുതി തുടങ്ങിയ 53-ാം മിനിറ്റിൽ ബയേൺ മ്യൂണിക്ക് സാനയിലൂടെ ഒരു ഗോൾ മടക്കിക്കൊണ്ട് മത്സരം 1-1 സമനിലയിലെത്തിച്ചു. മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആദ്യ ഗോൾ നേടിയതിനു ശേഷം മിനിറ്റുകൾക്കപ്പുറം 57-ാം മിനിറ്റിൽ ബയേൺ മ്യൂണിക്കിന് ലഭിച്ച പെനാൽറ്റിക്ക് ഗോളാക്കി മാറ്റിക്കൊണ്ട് ഹാരി കെയ്ൻ 2-1 ലീഡ് എടുത്തു കൊടുക്കാൻ ബയേൺ മ്യൂണിക്കിന് സാധിച്ചു. ബയേൺ മ്യൂണിക്കിൻ്റെ ഗ്രൗണ്ടിൽ നടന്ന ഈ മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും മത്സരത്തിൽ മുൻതൂക്കം നേടിയെടുക്കുകയും ചെയ്തത് ബയേൺ മ്യൂണിക്ക് തന്നെയായിരുന്നു. മത്സരത്തിൻ്റെ അവസാന മിനിറ്റ് വരെ ഈ മുൻതൂക്കം കാത്തുസൂക്ഷിച്ച ബയേൺ മ്യൂണിക്കിനെതിരെ 83-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡിന് ലഭിച്ച പെനാൽറ്റിക്ക് ഗോളാക്കി മാറ്റിക്കൊണ്ട് വിനീഷ്യസ് ജൂനിയർ വിജയത്തിന് തുല്യമായ ഒരു സമനില റയൽ മാഡ്രിഡിന് വേണ്ടി നേടിക്കൊടുത്തു. മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയെടുത്തതും വിനീഷ്യസ് ജൂനിയർ തന്നെ.